മാവേലിക്കര അച്ചൻ കോവിലാറിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് രണ്ട് തൊഴിലാളികൾ മരിച്ചതിൽ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിട്ടും പരിഹരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലത്തിനുണ്ടായ വളവ് മാറ്റുമെന്നും ഏറ്റെടുത്ത സ്ഥലവാസികളെ പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പാലം നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതായിരുന്നു ആദ്യ പ്രശ്നം. നാട്ടുകാരെ പരിഗണിക്കാതെയും തദ്ദേശ സ്ഥാപനത്തെ ഗൗനിക്കാതെയും മുന്നോട്ട് പോയി. ആദ്യം തന്നെ ഇവിടുത്തെ ജനങ്ങളെ സത്യത്തിൽ ഇത് ബോധ്യപ്പെടുത്താതെ കൊണ്ടാണ്. എത്രയാണ് പാലത്തിന് വേണ്ടുന്നത്, എത്ര നമുക്ക് സഞ്ചാരയോഗ്യമായി കിട്ടും, ബാക്കിയുള്ള ഏരിയ കിട്ടുമെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നു. നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം അത് അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അപ്പുറത്ത് പൂർത്തീകരിച്ച് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പാലത്തിനൊരു വളവുണ്ടെന്നും ഇതിൻ്റെ അലൈൻമെൻറ്റ്സിന് മാറ്റം വരുത്തിയെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ലെന്നുള്ള ഉറപ്പിന്മേലാണ് പിന്നീട് ഇവിടെ പണി ആരംഭിക്കുന്നത്. നാട്ടുകാരുടെ റോഡ് കവർന്നും പാലം പണിയുന്നതിൽ സന്തോഷം. പക്ഷേ റോഡിന്റെ അവസ്ഥയ്ക്ക് പരിഹാരമില്ല. വലിയ വീതി തുടങ്ങിയ പണിയായത്. ഇപ്പോൾ ഒതുക്കി ഒരു വണ്ടിക്ക് മാത്രം പോവാം. ഒരു ആംബുലൻസ് പോയാൽ അത് പോകത്തില്ല. അത് പൊക്കിയെടുത്ത് ആളിനെ അപ്പുറത്ത് വെച്ച് കൊടുക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പോക്ക്. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു തുടങ്ങിയപ്പോൾ മുതൽ. പിന്നെ കുറേ പാർട്ടിക്കാരൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് തുടങ്ങിയതും ചെയ്തതുമെല്ലാം. പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആഭ്യന്തരതല അന്വേഷണമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം. അത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറയുന്നു. പക്ഷേ അന്വേഷിക്കുന്നുവെങ്കിൽ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത്തരമൊരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നല്ല ഒരു പാലം യാഥാർത്ഥ്യമാകൂ എന്ന നാട്ടുകാരുടെ ആവശ്യത്തിനുമേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് അവർ ഉറ്റുനോക്കുന്നത്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.